എന്നിരുന്നാലും 2024 മാർച്ച് മാസം മുതൽ തുടർച്ചയായി ഒരു മാസവും മുടങ്ങാതെ ഇപ്പോൾ പെൻഷൻ നൽകി വരുന്നു. മാത്രമല്ല, അന്ന് മുടങ്ങിയ 5 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തേത് നൽകുകയും ഈ മാസം, അതായത് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന മാസത്തിൽ ഒരു മാസത്തെ മുടങ്ങിയ പെൻഷനും മെയ് മാസത്തെ പെൻഷനും ചേർത്ത് 3200 തന്നെ ലഭിക്കും. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും അർഹരായവർക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. വാർദ്ധക്യകാല, വികലാംഗ, വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ലഭിക്കാതെ ഇരിക്കുമ്പോഴും ആ തുക ചേർത്താണ് സംസ്ഥാനം പെൻഷൻ നൽകി വരുന്നത്. ഓണം, വിഷു, ക്രിസ്മസ് തുടങ്ങിയ ഉത്സവകാലത്ത് 2 മാസത്തെ പെൻഷൻ ഗഡു ഒന്നിച്ച് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ പിന്നിട്ട 9 വർഷത്തിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 4200 കോടി